ഡോക്ടറെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നന്നാവൂല എന്നുള്ള ഒരു തെറ്റ് തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ ആ തെറ്റിനെ വേറെന്തെങ്കിലും ഒരു പാക്കിലാക്കിയിട്ട് വരും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി. ഇന്നാണ് ഒരു കുട്ടി ഒരു പ്രത്യേക ചുയിങ്കം ചവച്ച് വന്നു. ഞാൻ പറഞ്ഞു, എന്താണ് നീ ചോദിക്കുന്നത്, ഓർബിറ്റാണെന്ന് ചോദിച്ചു. അല്ല മറ്റൊരാളെ കാണിക്കാൻ വന്നപ്പോൾ കൂടെ വന്നതാണ്. 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ഒരു ടൊബാക്കോ ചുയിങ്കാണ്. അപ്പോൾ അവൻ എനിക്ക് അതിൻ്റെ പാക്കറ്റ് കാണിച്ചു തന്നു. കൂൾ ലിപ്പ് എന്നാണ് എഴുതി വെച്ചത്. അപ്പോൾ ഈ ഒരു ടൊബാക്കോ ചുയിങ്കത്തിൻ്റെ ഒരു ബ്രാൻഡാണ്. നമ്മൾ ദിനേശ് ബീഡി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ഉള്ളൊരു ട്രേഡ് നെയിമാണത്. ഡോക്ടർ നിങ്ങളല്ലേ പറഞ്ഞത് സിഗരറ്റ് വലിച്ചാൽ ആ പ്രശ്നമാണ്, ഈ പ്രശ്നം, അതിന് ഞങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തിയതാണ് ഈ ഒരു ചുയിങ്കം ചവക്കുക എന്നുള്ളത്. വല്ലാണ്ട് സ്മെല്ലും വരില്ലല്ലോ പുറത്ത് എന്നുള്ള രീതിയിൽ. നോ 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 നമുക്കറിയാം ഇത് സിഗരറ്റ് വലിയേക്കാളും വേഗത്തിൽ നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്നൊരു സംഭവമാണ്. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശം വഴിയാണ് എത്തുന്നതെങ്കിൽ നേരെ ബ്ലഡ് സർക്കുലേഷനിലേക്കാണ് എത്തുക. പ്രത്യേകിച്ച് സബ്ലിംഗ്വലി നാവിൻ്റെ അടിയിൽ കൂടെ ഒക്കെ എത്തുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി വേഗത്തിൽ ആഗിരണം ചെയ്യും. അപ്പോൾ ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സൈഡ് എഫക്റ്റും ഇതുകൊണ്ട് വരികയും ചെയ്യും. പിന്നെ ഇതിൻ്റേതായി ചവക്കുന്നത് കൂടി ഇതിൻ്റേതായ രൂപത്തിൽ ഓറൽ ക്യാൻസർ പോലത്തത് സിഗരറ്റ് വലി ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ വരാനും സാധ്യതയുണ്ട്. വായയിൽ ഒരുപാട് ഇറിറ്റേഷന്, അവിടെ ചില പുണ്ണുകൾ ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരാം. പിന്നെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വരുന്ന സാഹചര്യം, ബ്ലഡ് പ്രഷർ കൂടുന്നൊരു സാഹചര്യം, അതൊക്കെ മറ്റെല്ലാ ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഇതിലും ഉണ്ടാക്കും. എങ്കിലും പല്ല് വൃത്തികേടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത് കൂടുതൽ ദീർഘകാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാണും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സാധനം നമ്മൾ ചവച്ചരക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മളെ രക്തത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എന്താണ്, കാർസിനോജൻസ് എന്നാണ്. കാർസിനോജൻ എന്താണ് ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കൾ. തൊണ്ടയിലെ ക്യാൻസർ, വായയിലെ ക്യാൻസർ, നാവിലെ ക്യാൻസർ, ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് ഇത്തരം ആൾക്കാരിൽ കാണുന്നുണ്ട്. പല്ലിലും മോണയിലും ഒരുപാട് അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ ഇൻഫെക്ഷൻ പോലത്തെ ആകെ വൃത്തികേടാവുന്നൊരു സാഹചര്യം. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്തിനാ, നല്ല സൗന്ദര്യത്തോടെ ജീവിക്കാൻ, എന്തിനാണ് ഇങ്ങനെ വൃത്തികേടാക്കുന്നത്? മറ്റ് പുകവലി പോലെ തന്നെ ഇതും ദീർഘകാലത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി വരാൻ സാധ്യതയുണ്ട്. എന്താണ് വരിക, ശ്വാസകോശ ക്യാൻസർ, വയറിലെ ക്യാൻസർ, പിന്നെ ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ പ്രശ്നങ്ങളും കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് എന്തിനാണ് നമുക്ക് ഇങ്ങനെ ചവക്കുന്നത്? എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു സാധാ ചുവങ്കങ്ങ് ചവച്ചോ, അതിനും കിട്ടുമ്പോൾ ഒരു പ്ലഷർ, എന്നാൽ ഇത്ര അപകടം ഉണ്ടാവുകയില്ല.